ആ നാട്ടിലെ വലിയ പണ്ഡിതനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ എത്തിയപ്പോൾ ആ പണ്ഡിതനെ കണ്ടു, സലാം പറഞ്ഞു. ആ പണ്ഡിതന്റെ ചോദ്യമാണ്, ഇന്നലെ വഅദ് പറയാൻ വേണ്ടി വന്ന ഉസ്താദാണല്ലേ നിങ്ങൾ? അതെ, ഞാനിവിടെ വഅദ് പറയാൻ വേണ്ടി വന്ന ഉസ്താദാണ്. എന്നാൽ നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താണ് അപേക്ഷ എന്നറിയുമോ? നിങ്ങൾ എനിക്കൊരു വഅദ് പറഞ്ഞു തരണം. നിങ്ങൾ എനിക്കൊരു ഉപദേശം നൽകണം. അത് മരണത്തിനെ കുറിച്ചുള്ള ഉപദേശമായിരിക്കണം, ഖബറിനെ കുറിച്ചുള്ള ഉപദേശമായിരിക്കണം. ആ ഒരു ഉപദേശം നിങ്ങൾ എൻ്റെ മുമ്പിൽ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് പോകാം. അങ്ങനെ സമ്മാഉൽ വഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വഅദ് കേൾക്കാൻ വേണ്ടി ആ പണ്ഡിതനൊന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോ മഹാനായ സമ്മാഉൽ വഅദ് റളിയല്ലാഹു അൻഹു ആ വലിയ പണ്ഡിതന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മരണത്തെക്കുറിച്ച് വഅദ് പറയാൻ തുടങ്ങി. വഅദ് പറഞ്ഞു. മരണത്തിന്റെ വിഷയം കഴിഞ്ഞു. ഖബറിന്റെ വിഷയത്തിലേക്ക് അങ്ങെത്തി. ഒരല്പസമയം അങ്ങ് കഴിഞ്ഞപ്പോൾ വഅദ് കേട്ടുകൊണ്ടിരിക്കുന്ന പണ്ഡിതൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ ലോകത്തോട് മഹാനായ സമ്മാഉൽ വഅദ് റളിയല്ലാഹു അൻഹു വഅദ് കേട്ടിട്ട് ഈ വലിയ പണ്ഡിതൻ ലോകത്തോട് വിട പറഞ്ഞപ്പോ നാട്ടുകാര് മുഴുവനും ഓടിക്കൂടുകയാണ്. എല്ലാവരും വിവരമറിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് വരികയാണ്. സമ്മാഉൽ വഅദ് റളിയല്ലാഹു അൻഹുവിന് ഇന്നത്തെ പോലെ വാഹന സംവിധാനങ്ങളും സൗകര്യങ്ങളും ഇല്ലാത്ത കാലത്ത് അന്ന് രാത്രി ഏറെ വഅദ് പറഞ്ഞ് ഈ വീട്ടിലേക്കൊക്കെ പോയി സമയം വൈകിയപ്പോ മഹാനവറുകൾക്ക് തിരിച്ചു പോകാൻ സാധിച്ചില്ല. മഹാനായ സമ്മാഉൽ വഅദ് തങ്ങൾ അന്ന് ആ വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടുകയാണ്. നേരം പുലർന്നപ്പോൾ മയ്യത്ത് സംസ്കരണത്തിലും മയ്യത്ത് നിസ്കാരത്തിലും ഖബറടക്കത്തിലൊക്കെ പങ്കെടുത്തിട്ട് പോകാമെന്ന് കരുതി മഹാനവറുകൾ അവിടെ തന്നെ ആ നാട്ടിൽ തന്നെ കഴിച്ചു കൂട്ടി. അങ്ങനെ നേരം പുലർന്നപ്പോൾ ഒരുപാട് ആളുകൾ ഈ പണ്ഡിതന്റെ മരണവാർത്ത അറിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. എത്തിയ ആളുകളെല്ലാം ചോദിക്കുകയാണ്, നമ്മുടെ ഉസ്താദിന്റെ മരണം എങ്ങനെയായിരുന്നു? നമ്മുടെ ഉസ്താദിന്റെ മരണം എങ്ങനെയാണ് നടന്നത്? അപ്പോൾ അവിടെ കൂടി ആളുകൾ പറഞ്ഞു, ഇന്നലെ നമ്മുടെ നാട്ടിൽ വഅദ് പറയാൻ വേണ്ടി വന്ന സമ്മാഉൽ വഅദ് എന്ന് പറയുന്ന പണ്ഡിതന്റെ ഉപദേശം കേട്ടുകൊണ്ടിരിക്കെ മരണത്തെക്കുറിച്ചുള്ള ഉപദേശം കഴിഞ്ഞ് ഖബറിനെ കുറിച്ചുള്ള ഉപദേശം എന്ന് കേട്ടിരിക്കെ ഉസ്താദ് അവர்கள் ലോകത്തോട് വിട പറഞ്ഞു പോയതാ. ഇതങ്ങ് കേട്ടപ്പോൾ പണ്ഡിതന്മാരുടെ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാരെല്ലാം സമ്മാഉൽ വഅദ് തങ്ങളുടെ കൈപിടിക്കുകയാണ്. മഹാനവരോട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹു പൊരുത്തപ്പെട്ട പണ്ഡിതനാണ്. കാരണം ഞങ്ങളെ ഉസ്താദ് ഒരുപാട് കാലങ്ങളായി ഏത് പണ്ഡിതൻ ഇവിടെ നാട്ടിൽ വഅദിന് വന്നാലും ഞങ്ങളെ ഉസ്താദ് ആ ഉസ്താദുമാരെ കൊണ്ടുവന്നിട്ട് വഅദ് പറയിപ്പിക്കാറുണ്ടായിരുന്നു. അവിടെ നിന്ന് എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവേ, ഒരു ഖറവിയായ ആലിമിന്റെ വഅദ് കേട്ടിട്ട് എനിക്ക് മരിക്കാൻ കഴിയണമല്ലാഹ്. ഒരു ഖറവിയായ ആലിമിന്റെ വഅദിൽ നിന്ന് അത് കേട്ടതിന്റെ പേരിൽ എനിക്ക് മരിക്കാൻ അവസരം ലഭിക്കണമെന്ന് ഈ പണ്ഡിതനായ ഉസ്താദ് എപ്പോഴും അവിടെ നിന്ന് ദുആ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് സമ്മാഉൽ വഅദ് തങ്ങളെ, നിങ്ങളെ വഅദ് കേട്ടിട്ടാണല്ലോ ഞങ്ങളെ ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞു പോയത്. അപ്പൊ നിങ്ങൾ ഉഖറവിയായ ആലിമാ. ഓ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്തിനാണ് ഞാൻ ഈ സംഭവം ഇവിടെ ഓർമ്മപ്പെടുത്തിയത്? നമ്മൾ പലപ്പോഴും പല പ്രഭാഷണങ്ങളും കേൾക്കാറുണ്ട്, പല വഅദുകളും നാം കേൾക്കാറുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ഉസ്താദിന്റെ വഅദ് നല്ല അടിപൊളി വഅദായിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞ ആളെ വഅദ് നല്ല ഉഷാറായിട്ടുണ്ടെന്ന് വഅദ് പറഞ്ഞ ആൾക്ക് നമ്മൾ വലിയ സ്ഥാനം കൊടുക്കും, അദ്ദേഹത്തിന്റെ മഹത്വം നമ്മൾ പറയുമെന്നാൽ വഅദ് ഒരാൾക്കും മാർക്കിടാൻ
പറയാനുള്ളതല്ല. മറിച്ച് നാം നമ്മുടെ ജീവിതത്തിലേക്ക് വയലു പറയുന്ന ഉസ്താദ് എന്തെല്ലാം കാര്യങ്ങളാണോ പറയുന്നത് അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതം ഒന്ന് വിശുദ്ധമാക്കാൻ നമ്മളൊന്ന് തയ്യാറായാൽ അതാണ് വയലുകൊണ്ടുള്ള നേട്ടം നമുക്കുള്ളത്. അത് സംഘടിപ്പിക്കുന്ന സംഘാടകർക്കുള്ള നേട്ടവും അതുതന്നെയാണ്. ഒരാളെങ്കിലും നന്നായി കഴിഞ്ഞാൽ, റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് ഒരാളെങ്കിലും വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നിഅമത്ത്. ഈ സംഘാടകർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഫലമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും മരണം വരാനുള്ളതാണ്. ഒരാളും മരണത്തിൽ നിന്ന് ഒഴിവായി പോകൂല. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ് നമ്മൾ. പക്ഷേ മരണം എങ്ങനെയാണെന്ന് വരാനുള്ളത് നമുക്കറിയില്ല. إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس بأي أرض تموت وما تدري نفس بماذا تكسب غدا. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, 4 കാര്യങ്ങളെ കുറിച്ച് ഒരു മനുഷ്യനും ഒരു ശ്രദ്ധയുമില്ല, അത് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിനെ കുറിച്ചുള്ള അറിവ് റഹ്മാനായ റബ്ബിനാണ്. ഒന്നാമത്തെ കാര്യം, നാളെ നാം എന്തു ചെയ്യുമെന്ന് നമുക്കാർക്കും ഒരു പിടിയുമില്ല. ഗർഭാശയത്തിൽ വളരുന്ന കുഞ്ഞാരാണെന്ന് നമുക്കാർക്കും പിടിയില്ല, അറിവില്ല. നാളെ എവിടെ വെച്ചുകൊണ്ട് മരിക്കുമെന്ന് നമുക്കാർക്കും ഒരു അറിവുമില്ല. ഇങ്ങനെ 1, 2, 3 കാര്യങ്ങൾ വിശുദ്ധ ഖുർആൻ കൃത്യമായി എണ്ണി തരുന്നുണ്ട്. അതിനെക്കുറിച്ച് മനുഷ്യന് ചിന്തയില്ല. അപ്പൊ മനുഷ്യന് ചിന്തയില്ലാതെയാണ് നടക്കുന്നത്. പ്രസംഗിക്കുന്ന ഞാൻ അടുത്ത സെക്കൻഡിൽ ഞാൻ ആരാകുമെന്നൊരു പിടിയുമില്ല, ഒരറിവും എനിക്കില്ല. എന്റെ മുമ്പിൽ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൈക്ക്, അല്ലെങ്കിൽ എന്റെ മുകളിൽ കറങ്ങുന്ന ഫാന്, എന്റെ മുന്നിൽ കത്തുന്ന പ്രകാശിക്കുന്ന ബൾബ്, ഇതിനെല്ലാം ഇത് നിർമ്മിച്ച ആളുകൾ ഒരു ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഉപയോഗിക്കുന്ന മനുഷ്യനൊരു ഗ്യാരണ്ടിയുമില്ല. നിങ്ങൾ നോക്കൂ, നബിയുല്ലാഹി യാഖൂബ് നബി അലൈഹിസ്സലാം മഹാനവറുകളുടെ മുമ്പിലേക്ക് ഒരു തവണ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഒരു തവണ മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നിലേക്ക് വരികയാണ്. മഹാനവറുകളുടെ മുമ്പിലേക്ക് അസ്റായീൽ അലൈഹിസ്സലാം വന്ന സമയത്ത് യാഖൂബ് നബി അലൈഹിസ്സലാം ആകെ പേടിച്ചുപോയി. ഉടനെ തന്നെ യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ ചോദ്യമാണ്, എനിക്ക് മരണം അടുത്തതുകൊണ്ട് എൻ്റെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി വന്നതാണോ അസ്റായീലേ നിങ്ങൾ? മരണം അടുത്തത് കൊണ്ട് എൻ്റെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി വന്നതാണോ നിങ്ങൾ? ഉടനെ തന്നെ അസ്റായീൽ അലൈഹിസ്സലാം യാഖൂബ് നബിയോട് പറയാണ്, ഓ യാഖൂബ് നബിയേ, അല്ല, നിങ്ങളെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നതല്ല, മറിച്ച് നിങ്ങളെ കണ്ടിട്ടൊന്ന് സലാം പറഞ്ഞ് പോകാൻ വേണ്ടി വന്നതാണ് നബിയേ. അങ്ങനെ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സലാം പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ വേണ്ടി അതേ അസ്റായീൽ അലൈഹിസ്സലാം നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട യാഖൂബ് നബി അലൈഹിസ്സലാം മഹാനായ അസ്റായീൽ അലൈഹിസ്സലാമിനോട് പറയാണ്, ഏതായാലും അസ്റായീലേ, നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് വന്നതല്ലേ, എനിക്ക് നിങ്ങൾ സലാം പറഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി വന്നതല്ലേ, എന്നാ നിങ്ങളോട് ഞാൻ ഒരു വസിയത്ത് പറയുകയാണ്. നിങ്ങളോടൊരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് ചോദിക്കുകയാണ്. എൻ്റെ മരണം അടുക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ മരണം അടുത്തിട്ടുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന 3 ദൂതന്മാരെ നിങ്ങൾ പറഞ്ഞു വിടുമോ?
എൻ്റെ മരണം അടുക്കുന്നതിൻ്റെ മുമ്പ് മരണം അടുത്തിട്ടുണ്ട് എന്നതിൻ്റെ മേൽ സൂചിപ്പിക്കുന്ന 3 ദൂതന്മാരെ നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് പറഞ്ഞു വിടാമോ? ആ ദൂതന്മാര് വന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എൻ്റെ മരണം അടുത്തിട്ടുണ്ടെന്ന്. ഒന്നാമത്തെ ദൂതൻ വന്നാൽ ഞാൻ മനസ്സിലാക്കും എൻ്റെ മുമ്പിലേക്ക് അസ്റായീൽ അലൈഹിസ്സലാം വരാനായിട്ടുണ്ടെന്ന്. രണ്ടാമത്തെ ദൂതൻ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കും അസ്റായീൽ അലൈഹിസ്സലാം എൻ്റെ മുമ്പിലേക്ക് വൈകാതെ എത്തുമെന്ന്. മൂന്നാമത്തെ ദൂതൻ എൻ്റെ മുന്നിലേക്ക് എത്തിയാൽ ഞാൻ ഉറപ്പിക്കും ഇനി എനിക്ക് ദുനിയാവിൽ സമയമില്ലെന്ന്. ഇങ്ങനെ 3 സിഗ്നലുകൾ 3 ദൂതന്മാരെ നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് പറഞ്ഞു വിടുമോ ഇസ്രായേലേ? ആ 3 ദൂതന്മാര് വരാതെ നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് വരാൻ പാടില്ല. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാൻ വന്ന അസ്റായീൽ അലൈഹിസ്സലാമിനോട് യാക്കൂബ് നബി പറയാണ്, മരിക്കുന്നതിന് മുമ്പ് 3 ദൂതന്മാരെ നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് പറഞ്ഞു വിടണം. ഒന്നാമത്തെ ദൂതൻ വന്നാൽ ഞാൻ മനസ്സിലാക്കും അസ്റായീൽ വൈകാതെ വരും. രണ്ടാമത്തെ ദൂതൻ വന്നാൽ ഞാൻ മനസ്സിലാക്കും അസ്റായീൽ വൈകാതെ എൻ്റെ മുമ്പിലേക്ക് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. മൂന്നാമത്തെ ദൂതൻ എൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കും ഇനി എനിക്ക് സമയമില്ല, പോകാനായിട്ടുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന 3 ദൂതന്മാരെ നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് പറഞ്ഞു വിടുമോ? അസ്റായീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഓക്കേ. ഈ 3 ദൂതന്മാർ നിങ്ങളെ മുന്നിലേക്ക് വരാതെ ഇനി നിങ്ങളെ ആത്മാവിനെ പിടിക്കാൻ, നിങ്ങളെ റൂഹിനെ പിടിക്കാൻ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരില്ല. യാക്കൂബ് നബിയേ ഇത് പറഞ്ഞു. വിഷയങ്ങൾ സംഭാഷണമൊക്കെ കഴിഞ്ഞു. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ നിന്ന് അസ്റായീൽ അലൈഹിസ്സലാം സലാം പറഞ്ഞ് യാത്ര പോയി. കുറഞ്ഞ കാലങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോൾ അതാ വരുന്നു മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം യാക്കൂബ് നബിയുടെ മുന്നിലേക്ക് വന്നപ്പോ വീണ്ടും യാക്കൂബ് നബിയുടെ ചോദ്യമാണ്, അല്ല അസ്റായീലേ, ഇപ്പൊ നിങ്ങൾ വന്നത് ആദ്യം വന്ന സമയത്ത് നിങ്ങൾ വന്നതുപോലെ സലാം പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ വന്നതാണോ? ഉടനെ തന്നെ അസ്റായീൽ അലൈഹിസ്സലാമിന്റെ മറുപടി, അല്ല അല്ല, ഇത്തവണ നിങ്ങളെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങളെ ആത്മാവിനെ പിടിച്ചിട്ട് തിരിച്ചു വരാൻ അല്ലാഹു എനിക്ക് ഓർഡർ തന്നത് പ്രകാരം ഇന്ന് ഞാൻ നിങ്ങളെ ചാരത്തേക്ക് വന്നതാണ് യാക്കൂബ് നബിയേ. ഇതങ്ങ് പറഞ്ഞപ്പോ യാക്കൂബ് നബിയുടെ ചോദ്യമാണ്, അന്ന് വന്ന സമയത്ത് എൻ്റെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി വരുന്നതിൻ്റെ മുമ്പ് 3 ദൂതന്മാരെ പറഞ്ഞു വിടാതെ എൻ്റെ മുന്നിലേക്ക് വരരുതെന്ന് നമ്മൾ തമ്മിലൊരു കരാറില്ലായിരുന്നോ? ഒരു കരാറ് പറഞ്ഞിട്ടില്ലായിരുന്നോ അസ്റായീലേ? ഇതങ്ങ് കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാം അവിടുന്ന് പറയാണ്, ഓ യാക്കൂബ് നബിയേ, ആ 3 ദൂതന്മാരും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യം, അങ്ങനെ ഒരു ദൂതന്മാര് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് അറിവ് വന്നിട്ടില്ലല്ലോ. ഓ എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ, യാക്കൂബ് നബി പ്രവാചകനാണ്. എന്നാൽ പ്രവാചകനായ യാക്കൂബ് നബിക്ക് ഇതെല്ലാം അറിയാം. പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇങ്ങനെ ചോദിക്കുന്നത്? നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി, ഉമ്മത്തീങ്ങളായ നമുക്ക് വിവരം തരാൻ വേണ്ടി അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യമാണ്, 3 ദൂതന്മാര് വരുമെന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയാണ് 3 ദൂതന്മാര്? എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അപ്പോഴാണ് ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുന്നു, യാക്കൂബ് നബിയേ, നീ
നിങ്ങളെ അന്ന് ഞാൻ കാണാൻ വേണ്ടി വന്ന സമയത്ത് നിങ്ങളെ തലയിലുള്ള മുടികൾ മുഴുവനും കറുത്ത മുടികളായിരുന്നു. നിങ്ങളെ താടിയിലെ രോമങ്ങൾ മുഴുവനും കറുത്ത രോമങ്ങളായിരുന്നു. ഇന്ന് നിങ്ങളുടെ തലയിലേക്കൊന്ന് നോക്കുകയാണ്, ഒരൊറ്റ മുടി പോലും കറുത്തതായിട്ട് അവശേഷിക്കുന്നില്ല. എല്ലാ തലമുടികളും നിങ്ങൾക്ക് വെളുത്തുപോയി. നിങ്ങളെ താടി രോമങ്ങൾ മുഴുക്കെ വെളുത്തുപോയി. ഇത് നിങ്ങളിലേക്ക് മരണം അടുത്തിട്ടുണ്ട് എന്നതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ ദൂതനാണ്. ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരിലും ഉപ്പമാരിലും 60 കഴിഞ്ഞവരില്ലേ, 50 വയസ്സ് കഴിഞ്ഞവരില്ലേ, തലമുടി മുഴുക്കെ നരച്ചവരില്ലേ, ഓ എന്റെ ഉമ്മമാരെ, യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞ ദൂതൻ, ഒന്നാമത്തെ ദൂതൻ നമ്മളിലേക്കും എത്തിയിട്ടില്ലയോ? മരണത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള സമയം നമുക്കും ആയിട്ടില്ലയോ? അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞ ഒന്നാമത്തെ സിഗ്നൽ, ഒന്നാമത്തെ ദൂതൻ, ഒന്നാമത്തെ മെസ്സേജ് തലമുടി നരയ്ക്കലാണ്. അവയവങ്ങളിലുള്ള രോമങ്ങളൊക്കെ നരച്ചു പോകലാണ്. ഉടനെ തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യമാണ്, ഓ അസ്രായീലേ, എന്നാൽ ഒന്നാമത്തെ അടയാളം തലമുടി നരക്കലാണെങ്കിൽ എന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്റെ മരണം അടുത്തിട്ടുണ്ട് എന്നതിന്റെ മേൽ അറിയിക്കുന്ന രണ്ടാമത്തെ ദൂതനെവിടെ? ഉടനെ തന്നെ അസ്രായീൽ അലൈഹിസ്സലാം അവിടുന്ന് മറുപടി നൽകുന്നു, ഓ യാക്കൂബ് നബിയേ, ആദ്യ തവണ നിങ്ങളെ ഞാൻ സന്ദർശിക്കുന്ന സമയത്ത് നിങ്ങളെ ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടായിരുന്നല്ലോ. നിങ്ങളെ ശരീരത്തിന്റെ തൊലികളൊക്കെ ചുളിയാതെ നല്ല വടിവത്ത ശരീരത്തിന്റെ തൊലികളായിരുന്നല്ലോ. മാത്രമല്ല നിങ്ങളെ കണ്ണുകളെല്ലാം നല്ല പുഷ്ടിച്ച കണ്ണുകളായിരുന്നു. കവിൾത്തടമെല്ലാം നല്ല തുടിച്ചു നിന്നിരുന്നു. ഇന്ന് നിങ്ങളെ മുഖത്തേക്കൊന്ന് നോക്കൂ യാക്കൂബ് നബിയേ, നിങ്ങളെ കണ്ണുകളെല്ലാം കുഴികളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. നിങ്ങളെ കവിൾത്തടങ്ങളെല്ലാം ഒട്ടിപ്പോയിരിക്കുന്നു. നിങ്ങളെ സ്കിന്നുകൾക്കൊക്കെ ചുളിവ് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ രൂപത്തിൽ നിങ്ങളിലേക്ക് നിങ്ങളെ ശരീരത്തിന്റെ തൊലികളെല്ലാം ചുളിഞ്ഞു പോയത്, കണ്ണുകളെല്ലാം കുഴികളിലേക്ക് ഇറങ്ങിപ്പോയത്, നിങ്ങളെ സ്കിന്നുകൾക്കൊക്കെ ചുളിവ് ബാധിച്ചത്, നിങ്ങൾക്ക് മരണം അടുത്തിട്ടുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന രണ്ടാമത്തെ ദൂതനാണ് യാക്കൂബ് നബിയേ. അപ്പം യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യമാണ്, എന്നാൽ എന്റെ മരണം അടുത്തിട്ടുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന മൂന്നാമത്തെ ദൂതനെവിടെ? ഉടനെ തന്നെ അസ്രായീൽ അലൈഹിസ്സലാമിന്റെ മറുപടിയാണ്, ഓ യാക്കൂബ് നബിയേ, ആദ്യ തവണ നിങ്ങളെ ഞാൻ സന്ദർശിക്കാൻ വന്നപ്പോ നിങ്ങൾ നല്ല ചെസ്റ്റൊക്കെ കാണിച്ച് നല്ല ആകാര ഭംഗിയോടുകൂടി നീണ്ടു നിവർന്ന് നടന്ന വ്യക്തിയായിരുന്നില്ല യാക്കൂബ് നബിയേ. ഇന്നെന്തേ നിങ്ങളെ കയ്യിലൊരു വടി കാണുന്നു? നടക്കാൻ നിങ്ങൾക്ക് വടിയുടെ സഹായം ആവശ്യമുണ്ടല്ലേ നബിയേ? ഇങ്ങനെ നിങ്ങളെ നടു നീർന്നതേ നീണ്ടു നിവർന്ന് നടന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഊരയുടെ ഭാഗം ഇങ്ങനെ വളഞ്ഞു 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 പോകുന്നത് നിങ്ങൾക്ക് മരണം അടുത്തിട്ടുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന മൂന്നാമത്തെ ദൂതനാണ് നബിയേ. അതുകൊണ്ട് നിങ്ങളിലേക്ക് മരണം അടുത്തിട്ടുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന 3 മെസ്സേജും 3 ദൂതന്മാരും നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ പിടിക്കാൻ സമ്മതമാണെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെ റൂഹിനെ പിടിച്ചിട്ട് തിരിച്ചു വരാൻ അസ്രായീലാകുന്ന എനിക്ക് സമ്മതം തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആത്മാവിനെ പിടിക്കുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ, നമ്മുടെ ശരീരത്തിലേക്കൊന്ന് നോക്കൂ. അവയവങ്ങൾക്കൊക്കെ ചുളിവ് സംഭവിച്ചു പോയിട്ടുണ്ടോ? തലമുടി നരച്ചു പോയിട്ടുണ്ടോ? വടികുത്തി പിടിച്ച് നടക്കാനുള്ള സമയമായിട്ടുണ്ടോ? ഒരുങ്ങാൻ സമയമായിട്ടുണ്ട്.
കാത്തു നിൽക്കാൻ സമയമില്ല. എന്ത് അടയാളങ്ങൾ വന്നാലും നമുക്ക് മരണത്തെക്കുറിച്ച് പേടിയില്ല. നമ്മൾ അപ്പോഴും അശ്രദ്ധവന്മാരാണ്. ലോകത്തെന്തെല്ലാം നടക്കുന്നുണ്ട് നമ്മൾക്ക് ബോധമില്ല. മഹത്തുക്കൾ പറഞ്ഞില്ലേ, മലദ്ദഹ്റു വൽ അയ്യാമു വദ്ദംബു ഹാസിലൂൻ വജാഅ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലൂൻ നഈമുക ഫിദ്ദുനിയാ ഗുറൂറുൻ വഹസ്റത്തുൻ വഐശുക ഫിദ്ദുനിയാ മുഹാലും മഹാന്മാര് പറഞ്ഞതാണ്. നമ്മുടെ ബോധമില്ലാത്ത ജീവിതങ്ങളെ കുറിച്ച്, ലക്ഷ്യമില്ലാത്ത ജീവിതം കണ്ട് മഹത്തുക്കൾ പാടിയതാണ്. മലദ്ദഹ്റുവൽ അയ്യാം, ഓ മനുഷ്യ, കാലങ്ങൾ ഇങ്ങനെ ദിവസവും കഴിഞ്ഞു പോവുകയാണ്. ഇന്നലത്തെ ദിവസം ഇനി വരൂല, നാളത്തെ ദിവസമാണ് വരാനുള്ളത്, പ്രതീക്ഷയില്ല. ഇന്നത്തെ ദിവസം മാത്രമാണ് നമ്മിലുള്ളത്. ഇന്നത്തെ ദിവസത്തെ ഉപയോഗപ്പെടുത്തണമെന്നല്ലേ മഹാന്മാര് പറഞ്ഞത്. ദിവസങ്ങളെ മൂന്നാക്കിയിട്ട് മഹത്തുക്കൾ എണ്ണി. ഇന്നലത്തെ ദിവസം, ഇന്നത്തെ ദിവസം, വരാനുള്ള ദിവസം. ഇന്നലത്തെ ദിവസം കഴിഞ്ഞുപോയി, അതിനെക്കുറിച്ച് നീ ചിന്തിച്ചിട്ട് കാര്യമില്ല. നാളത്തെ ദിവസമോ പ്രതീക്ഷ മാത്രമാണുള്ളത്, അത് നമുക്ക് ഉറപ്പില്ല. പിന്നെ ഉള്ളത് ഇന്നത്തെ ദിവസം മാത്രമാണ്, അത് മാത്രമാണ് പ്രാബല്യത്തിലുള്ളത്. അതുകൊണ്ട് ഉള്ള ദിവസത്തെ, ഉള്ള സമയത്തെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുന്നവനാണ് ബുദ്ധിയുള്ളവനെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയതായി കാണാം. മലദ്ദഹ്റു വൽ അയ്യാമു വദ്ദംബു ഹാസിലൂൻ. മനുഷ്യന്മാർക്ക് ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. രാവും പകലും ഇങ്ങനെ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വദ്ദംബു ഹാസിലൂൻ, അപ്പോൾ നമ്മൾ തെറ്റിന്റെ കൂമ്പാരങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റുകൾ ദിവസവും നാം ദിനേന ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വജാഅ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലൂൻ. മരണത്തിന്റെ ദൂതന്മാർ നമ്മുടെ ചുറ്റിലിങ്ങനെ കിടന്ന് കളിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടും മരണത്തിന്റെ ദൂതന്മാർ വന്ന് കളിക്കുകയാണ്. നിങ്ങൾക്കറിയില്ല ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ കുടുംബത്തിൽ ജീവിച്ച നമ്മുടെ ഉമ്മയുണ്ടായിരുന്നു, ഉപ്പയുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വലിയുമ്മയുണ്ടായിരുന്നു, വലിയുപ്പയുണ്ടായിരുന്നു, എളാപ്പയുണ്ടായിരുന്നു, മൂത്താപ്പയുണ്ടായിരുന്നു, നമ്മുടെ കുടുംബക്കാർ, മറ്റു ബന്ധുമിത്രാദികൾ ഉണ്ടായിരുന്നു. നമ്മുടെ ചെറിയ കാലങ്ങളിലൊക്കെ അവർ വീട്ടിലുണ്ടായിരുന്നു. നമ്മൾ വളർന്നു വലുതായപ്പോ ഇന്നവരെ കാണുന്നില്ല. എവിടെ പോയി? അവരെല്ലാം ഇന്ന് ആറടി ഖബറിലാണ്. അവരെല്ലാം മരണപ്പെട്ടു പോയി, മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. മരണമെന്ന ആ വലിയ ഹസ്തത്തിന് മുമ്പിൽ കീഴടങ്ങാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. നമ്മുടെ ഉമ്മ മരണപ്പെട്ടത്, നമ്മുടെ ഭാര്യ മരണപ്പെട്ടത്, നമ്മുടെ വലിയമ്മയും വലിയപ്പയും മരണപ്പെട്ടത്, ഞാനും ഇതുപോലെ നാളെ മരിക്കാൻ പോകുന്നുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള സൂചനകളാണ്. വജാഅ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലൂൻ. എല്ലാവരും മരിക്കുന്ന സമയത്തും നമ്മൾ അശ്രദ്ധവന്മാരാണ്. നമ്മൾ ഇന്നൊന്നും മരിക്കൂല, നമ്മൾ ഒരുപാട് സമയം ഇനി ഇവിടെ ജീവിക്കുമെന്ന രൂപത്തിൽ നമ്മളിങ്ങനെ എന്തോ ഒരു ശ്രദ്ധയില്ലാത്ത ജീവിതമാണെങ്കിൽ നഈമുക ഫിദ്ദുനിയാ ഗുറൂറുൻ വഹസ്റത്തുൻ. ഓ മോനെ, ദുനിയവിയായ ജീവിതത്തിലുള്ള നിന്റെ അനുഗ്രഹങ്ങൾ, നിനക്ക് നിന്റെ റബ്ബ് വീട് തന്നത്, നിനക്ക് അല്ലാഹു വാഹനം തന്നത്, ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ ഒരുക്കി തന്നത്, നിനക്ക് അല്ലാഹു ഭാര്യമാരെ തന്നത്, മക്കളെ തന്നത്, പേരമക്കളെ തന്നത്, സംവിധാനങ്ങളും സൗകര്യങ്ങളെല്ലാം റബ്ബ് തന്നത്, അത് നിനക്ക് തന്ന വലിയ അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹം കണ്ട് നീ വഞ്ചിതരായി പോകണ്ട. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ.
ഭൗതികമായ ലോകത്തുള്ള ജീവിതം എപ്പോഴും നമ്മൾ വഞ്ചനയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദുനിയാവിനെ നീ ഒരിക്കലും ഇഷ്ടപ്പെടണ്ട, ദുനിയാവിനെ നീ ഇഷ്ടം വെച്ച് ജീവിക്കുന്നവരാകണ്ട. ഭൗതികമായ ലോകത്തുള്ള ജീവിതം ഏത് സമയത്തും തകർന്നടിഞ്ഞു പോകുന്നതാണ്. ഈ ഭൗതികമായ ലോകത്തെ ജീവിതത്തിന് ഒരിക്കലും നിലനിൽപ്പില്ല. ഞാൻ എൻ്റെ ശബ്ദം എൻ്റെ വയത് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ നോക്കൂ, നമുക്ക് നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ എന്തെല്ലാം സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2019 കവളപ്പാറയും മറ്റും വലിയ ഉരുൾപൊട്ടൽ സംഭവിച്ചപ്പോ ഒരുപാട് വീടുകൾ അതിലൂടെ ഒഴുകിപ്പോയപ്പോ ഭൂമി മുഴുവനും നടുക പിളർന്നിട്ട് പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും ഒക്കെ അന്ന് ഒഴുകിപ്പോയപ്പോ നമ്മൾ വിചാരിച്ചു ഇതായിരിക്കും ഏറ്റവും വലിയ ഭൂകമ്പമെന്ന്, നമ്മൾ വിചാരിച്ചു ഇതായിരിക്കും ഏറ്റവും വലിയ ഉരുൾപൊട്ടലെന്ന്. പക്ഷേ ഇന്നലെ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ വയനാട്ടിൽ ചൂരൽമലയിൽ നടന്ന അപകടങ്ങൾ എത്ര വലിയ അപകടമായിരുന്നു. എപ്പോഴാണ് ആർക്കെങ്കിലും ബോധം വന്നിട്ടുണ്ടോ? കിടന്നുറങ്ങുന്ന വീട്ടുകാർക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അവര് നാളെ നേരം പുലർന്നാൽ, നാളെ പ്രഭാതത്തിലായാൽ ഞങ്ങളുടെ മക്കളെ വിവാഹം ചെയ്തേ തീരുമാനിച്ചു വെച്ചവരുണ്ട്. വലിയ വലിയ ജോലികൾക്ക് പോകാൻ തീരുമാനമെടുത്തവരുണ്ടായിരുന്നു. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ കൂട്ടത്തിലുണ്ടായിരുന്നു. വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങിയ കുടുംബക്കാരുണ്ടായിരുന്നു. പക്ഷേ ഒരൊറ്റ രാത്രി കൊണ്ട് അവരുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞു പോയി. ഓ മനുഷ്യ, ഇത്തരം വലിയ അദാബുകൾ വരുമ്പോ നീ ചിന്തിക്കേണ്ടത് എന്താണ്? ഇന്നലെ നടന്നത് വയനാട്ടിലാണെങ്കിൽ ഇനി ആദവനാട് അത്തരം ഒരു അദാബ് ഇറങ്ങിക്കൂടാ എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ കഴിയും? നമ്മൾ വിചാരിച്ചും ഒന്നും നടക്കൂല ഉസ്താദേ എന്ന്. ഗൾഫിലേക്ക് പറക്കുന്ന മനുഷ്യൻ വിചാരിക്കും എൻ്റെ പ്ലെയിനാണ്, ഞാനാണ് ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്തുള്ളത്, നമ്മുടെ പ്ലെയിനൊന്നും സംഭവിക്കൂല, നമ്മൾ നല്ല സുരക്ഷിതരാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ 2020 നിങ്ങൾ കണ്ടില്ലേ, കരിപ്പൂർ എയർപോർട്ടിന്റെ റൺവേയിൽ നിന്ന് തെന്നു മാറിയിട്ട് ഒരു പ്ലെയിൻ നടുമുറിഞ്ഞിട്ട് എത്ര ജീവനുകളാണ് അതിൽ നിന്ന് അപഹരിച്ചു പോയത്, എത്ര ജീവനുകളാണ് നഷ്ടപ്പെട്ടു പോയത്. എന്തെല്ലാം പ്രതീക്ഷകളുമായിട്ടാണ് 2-3 വർഷം ജീവിച്ച ഒരു പ്രവാസിയായ സഹോദരന്മാരുടെ കുടുംബത്തിലേക്കുള്ള ഓരോ പെട്ടികളും കെട്ടിയിട്ട് തൻ്റെ കുടുംബത്തിലേക്ക് വലിയ പ്രതീക്ഷയോടെ കടന്നു വന്നിട്ട് എയർപോർട്ടിൽ ഇറങ്ങാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. അവരതാ മരണത്തിലേക്ക് കീഴടങ്ങുകയാണ്. ഇതാണ് റബ്ബ് തആല പറഞ്ഞത്, ഫൈദാ ജാഅജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കൊരു അവധി നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ആ അവധിയിൽ നിന്ന് ഒരു സെക്കൻഡ് പോലും അവനിക്ക് മുന്നോട്ട് പോകാനോ ആ സെക്കൻഡിൽ നിന്ന് ഒരു അര സെക്കൻഡ് പോലും പിന്നോട്ടടിക്കാനോ അവസരം അവനിക്ക് ലഭിക്കൂല. അവസരം അല്ലാഹ് തീരുമാനിച്ച അവസരമെത്തിയാൽ, അല്ലാഹ് തീരുമാനിച്ച സമയമെത്തി കഴിഞ്ഞാൽ യാത്ര പോവുകയല്ലാതെ രക്ഷയില്ല. അതുകൊണ്ട് ഭൗതികമായ ലോകത്ത് നാം ജീവിക്കുമ്പോ പടച്ച റബ്ബിനെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം, അവനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കണം. നാളത്തെ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്ത് ഒരുക്കിയിട്ടുണ്ടെന്ന ബോധം നമുക്കെല്ലാവർക്കും വേണം. ഒരിക്കലും തന്നെ ഭൗതികമായ ലോകത്ത് നമ്മുടെ ആഡംബരത്തിൽ ജീവിക്കാൻ കഴിയൂല. അങ്ങനെ ജീവിക്കേണ്ടവരല്ല നമ്മൾ. പരിശുദ്ധ ഖുർആൻ ഒരു സമുദായത്തിന്റെ കഥ പറയുന്നുണ്ട്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബഗ്തതൻ ബിമാ കാനൂ യക്സിബൂൻ. ഒരു സമുദായത്തിന് അല്ലാഹു വലിയ സൗകര്യങ്ങൾ കൊടുത്തു, വലിയ സൗഭാഗ്യങ്ങൾ കൊടുത്തു, തോട്ടങ്ങൾ കൊടുത്തു, സംവിധാനങ്ങൾ കൊടുത്തു. എല്ലാ സംവിധാനങ്ങളും അല്ല കൊടുത്തപ്പോ അവരെന്ത് ചെയ്തു? സംവിധാനങ്ങളൊക്കെ കിട്ടിയപ്പോ അവര് മനസ്സിലാക്കി ഇതെല്ലാം ഞങ്ങളെ പവർ കൊണ്ടാണെന്ന് അവര് മനസ്സിലാക്കി. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാ. വാനലോകത്തിൽ നിന്ന് അല്ലാഹു അനുഗ്രഹങ്ങൾ ഇറക്കി കൊടുത്തപ്പോ, അവർക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തപ്പോ അവര് മനസ്സിലാക്കി ഞങ്ങളെ പവർ കൊണ്ട്
എന്തുകൊണ്ടാണെന്ന് അങ്ങനെ മനസ്സിലാക്കി പിടുത്തം വിട്ട് നടന്നപ്പോ അവരെന്ത് ചെയ്തു? അള്ളാഹ് എന്ത് ചെയ്തു? അവരെ ഇതാ വലിയ ശിക്ഷ കൊടുത്തിട്ട് അള്ളാഹു അവരെ പരീക്ഷിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ആദി സമുദായത്തിന്റെ ചരിത്രം, സമൂദ് ഗോത്രത്തിന്റെ ചരിത്രം? വലിയ ഭീമാകാരന്മാരായി ജീവിച്ച ആളുകളായിരുന്നു. ചരിത്രത്തിൽ കാണാം, തഫ്സീറുകൾ രേഖപ്പെടുത്തിയതായി കാണാം. 60, 50, 40 മുഴമുള്ള മനുഷ്യന്മാർ, നീളമുള്ള മനുഷ്യന്മാർ, അത്രയും വലിയ ആകാര ഭംഗിയും വലിയ ഗജപോക്കിരികളായിരുന്ന വലിയ ഭീമാകാരന്മാരായിരിക്കുന്ന മനുഷ്യന്മാരായിരുന്നു ആദി സമുദായത്തിലുണ്ടായിരുന്നത്. എന്നിട്ട് അവരുടെ പ്രവാചകൻ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ അവർ ചോദിച്ച ചോദ്യം എന്താണ്? ഖാലൂ മൻ അശദ്ദു മിന്നാ ഖുവ്വാ, ഞങ്ങളെക്കാൾ മസിൽ പവർ ഉള്ളവരാരാണ്? ഞങ്ങളെ കൊണ്ട് മസിൽ പിടിക്കാൻ ധൈര്യമുള്ളവരാരാണ്? അങ്ങനെ ഒരു വധനിഷേധത്തിന്റെ ഒരു ചോദ്യം ചോദിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും വലിയ ഭീമാകാരന്മാരായ സമുദായത്തെ നശിപ്പിച്ചത് എങ്ങനെയാണ്? സഖറഹാ അലൈഹിം 7 ലയാലിൻ വ 8 അയ്യാമിൻ ഹുസൂമാ فترى القوم فيها كأنهم أعجاز نخل خاوية. ഓ നബിയേ, മുൻഗാമികളിലുള്ള ആളുകളിൽ അവരെ അഹങ്കരിച്ചപ്പോ, നിങ്ങൾ അനുസരിക്കാതെ വന്നപ്പോ, അവരുടെ പ്രവാചകന്മാർ അവർ കളവാക്കിയപ്പോ, അവര് ഭീമാകാരന്മാരാണെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ, അത്തരം ആളുകളെ നമ്മൾ നശിപ്പിച്ചത് എങ്ങനെയാണെന്നറിയുമോ? കഥേ സഖറഹാ അലൈഹിം 7 ലയാൽ, 7 രാത്രിയിലും വ 8 അയ്യാമിൻ ഹുസൂമാ, 7 രാത്രിയിലും 8 പകലിലും നിരന്തരമായ കാറ്റടിപ്പിച്ചുകൊണ്ട് ആ വലിയ ഭീമാകാരന്മാരായ സമുദായത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അല്ലാഹു ഖുർആനിൽ പറയാണ്, ഓ നബിയെ, നിങ്ങൾക്ക് അവരെ കാണാമായിരുന്നു. കഅന്നഹും അഅജാസു നഖലിൻ ഖാവിയ, വലിയ വലിയ ഈത്തപ്പന മരങ്ങൾ കടപുഴകി വീണാൽ ആ വീണ് കിടക്കുന്നത് പോലെ ആ സമുദായത്തിലുള്ള ആളുകൾ വീണ് കിടക്കുന്ന നിങ്ങൾക്ക് കാണാമായിരുന്നു നബിയെ. വിശുദ്ധ ഖുർആൻ സമുദായത്തിന്റെ മുൻകാലത്ത് കഴിഞ്ഞു പോയ സമുദായത്തെ അല്ലാഹു പാഠം പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, എപ്പോഴും പടച്ച റബ്ബിനെ ഓർത്ത് ജീവിക്കണം. തമ്മാടിയായി ഒരിക്കലും നമുക്ക് ജീവിച്ചുകൂടാ. പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലല്ലാതെ ഒരിക്കലും നമുക്ക് ജീവിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ വലിയ വലിയ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോ എപ്പോഴും റബ്ബ് തആലയുടെ ഭൂമിയിലാണ് ജീവിക്കുന്നത്. അവൻ തന്ന സംവിധാനത്തിലാണ് ജീവിക്കുന്നത്. അവൻ തന്ന വീട്ടിലാണ് കിടന്നുറങ്ങുന്നത്. അവൻ തന്ന വാഹനത്തിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. അവൻ തന്ന മക്കളാണ് എനിക്കുള്ളത്. അവൻ തന്ന വാഹനമാണ് എനിക്കുള്ളത്. എല്ലാം ആ റബ്ബ് തന്നതാണെന്നൊരു ബോധം നമുക്ക് വേണം. ഇഖ്ലാസോടുകൂടി ജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് നമുക്ക് വേണം. ഏത് പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ വന്നാലും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ചില ആളുകൾ പറയും, നമുക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല, എന്നാൽ എപ്പോഴും വലിയ പരീക്ഷണമാണെന്ന് ഇങ്ങനെ പറയും ചില ആൾക്കാർ. സാമ്പത്തികമായുള്ള ആൾക്കാർക്ക് ഒരു അസുഖമില്ല, നമുക്ക് പൈസയില്ല, എന്നാൽ എപ്പോഴും അസുഖവും കാര്യങ്ങളും പ്രയാസമാണ്, അള്ളാഹു നമ്മളെ തീരെ പരിഗണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ ചില ആൾക്കാർ പറയും. അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ അവനിക്ക് ഇഷ്ടമുള്ളവരോട് ഏറ്റവും കൂടുതൽ നടത്തുള്ളൂ. അക്രമികൾക്ക് എപ്പോഴും അവൻ സമയം ഇങ്ങനെ പിന്തിപ്പിച്ചു കൊടുക്കും. നിങ്ങൾ നോക്ക്, ഏറ്റവും വലിയ അക്രമിയായിരുന്നു ഫിർഔൻ. 400 വർഷം അവൻ ജീവിച്ചിട്ടുണ്ട്. അവൻ്റെ ജോലി എന്തായിരുന്നു? ഏതോ ഒരു കുഞ്ഞിന് കാരണം, ഒരു കുട്ടി കാരണം അവൻ്റെ നാശമുണ്ടാകുമെന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞപ്പോൾ അവൻ ചെയ്ത പണി ആ കാലഘട്ടത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ കൊല്ലുകയായിരുന്നു. 25,000-ഓളം കുഞ്ഞുങ്ങൾ അവൻ കൊന്നുകളഞ്ഞിട്ടുണ്ട് ഫിർഔൻ. അത്രയും വലിയ ഭീകരമായ ജീവിയായിരുന്നു ഫിർഔൻ എന്ന് പറഞ്ഞ മനുഷ്യൻ. പക്ഷെ അള്ളാഹു 400 വർഷം അവർക്ക് ജീവിക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്.
ശത്രുക്കളാവുമ്പോൾ അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ, ചില ആൾക്കാർ എല്ലാ വിഷയങ്ങൾക്കും മുന്നിൽ നിൽക്കും, സാന്ത്വന പ്രവർത്തനങ്ങൾക്കും മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ മുന്നിലേക്കും. നമ്മൾ പറയും നല്ലൊരു മനുഷ്യനായിട്ട് എത്ര പെട്ടെന്നാണ് അയാൾ മരിച്ചത് എന്ന് പറയും. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. നമ്മളതിൽ ക്ഷമിക്കുക. ചിലപ്പോൾ അദ്ദേഹത്തിന് മരണമായിരിക്കും ദുനിയാവിൻ്റെ ജീവിതത്തിനേക്കാൾ അള്ളാഹു ഖൈറാക്കിയത്. അപ്പോൾ ആ ലോകത്തേക്ക് അദ്ദേഹം യാത്ര പോയി. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് താജുൽ ഉലമ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. തങ്ങളവരുടെ മകൻ കൂറത്ത് തങ്ങൾ എന്നാണ് തങ്ങൾ വിളിക്കരുത്. തങ്ങളവരുടെ പെട്ടെന്ന് വഫാത്തായി. മരണം അറിഞ്ഞപ്പോൾ നമ്മളൊക്കെ പേടിച്ചു പോയി. പടച്ചോനെ, എന്തേ തങ്ങൾക്കൊരു അസുഖം ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ, എന്തേ തങ്ങൾക്ക് പറ്റിപ്പോയി. അങ്ങനെ മയ്യത്ത് മറവ് കഴിഞ്ഞ് മറവ് ചെയ്തതിന് ശേഷം തങ്ങളെ മകൻ ഒരു അനുശോചനത്തിൽ പ്രസംഗിച്ചത് എന്താണെന്നറിയോ? എൻ്റെ ഉപ്പ ഒരുപാട് ദിവസമായി ഞങ്ങളോടിങ്ങനെ പറയുന്നു, എനിക്ക് പോകാനായിട്ടുണ്ട്, മൊയ്തീൻ ഷെയ്ഖിൻ്റെ അടുത്തേക്ക് ഞാൻ പോവുകയാണ്, ഇനി എൻ്റെ പോക്കിൽ നിങ്ങൾ വിഷമിക്കരുത്, ടെൻഷനാകരുത് എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ദിവസമായാലോ തങ്ങൾ വീട്ടിലിങ്ങനെ പറയുന്നു. സാധാരണ കൂറത്ത് എന്ന് പറഞ്ഞത് കർണാടകയിലുള്ള ഒരു ഭാഗമാണ്. തങ്ങളുടെ വീടുള്ളത് കണ്ണൂർ ജില്ലയിലെ എട്ടിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ തങ്ങളുടെ വീട്ടിൽ പലപ്പോഴും പോയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഞാൻ 3 വർഷം ജോലി ചെയ്തിരുന്നു. ഞാൻ ജോലി ചെയ്ത സമയത്ത് ഈ തങ്ങളുടെ മകൻ, ഇപ്പോഴുള്ള ആ മകനെ ഞാൻ പഠിപ്പിച്ചതാണ് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് തങ്ങളൊരു മകളെ വിവാഹത്തിന് ഉസ്താദുമാരെ ഞങ്ങളൊക്കെ ക്ഷണിച്ചു, ഞങ്ങളൊക്കെ പോയിരുന്നു. അന്ന് ഉള്ളാത്തങ്ങളുള്ള കാലം. ചുരുക്കി പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞു, മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ ഒരുപാട് ആളുകൾ ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്, ഇന്നിവിടെ പായസം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു തരാം. അപ്പോൾ വീട്ടുകാരും തന്നെ അത്ഭുതപ്പെട്ടു പോയി. പായസമൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ തങ്ങൾ നിന്നിട്ടില്ല, ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ഖൽബ് ശുദ്ധിയാക്കി തരട്ടെ. എല്ലാ ആഫത്ത് മുസീബത്തും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതാണ് മഹാന്മാർ. തങ്ങളൊരു പ്രസംഗത്തിൽ ഞാൻ കേട്ടു, ഒരു റമളാനിൽ തങ്ങളവர்கள் 28 ഖത്മ് തീർത്തിട്ടുണ്ട് എന്ന് തങ്ങൾ തന്നെ പറയുന്നൊരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുമോ? അങ്ങനെ സാധിക്കുമോ? ഇല്ല. ഒരു ഖത്മ് ഞാൻ ഒരു ദിവസം കൊണ്ട് ഞാൻ തീർത്തിട്ടുണ്ട്. പക്ഷേ 28 ഖത്മ് ഒരു മാസം കൊണ്ട് തീർക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അത് ചില വാശി കൊണ്ട് നടക്കുന്നതാണ്. അതാണ് മഹത്തുക്കൾ എന്ന് പറയുന്നത്. ഇതാണ് മഹാന്മാർ എന്ന് പറയുന്നത്. അത് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന വലിയ ഫളായിലാണ്, ശ്രേഷ്ഠതകളാണ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, തുച്ഛമായ കാലം നമ്മളിവിടെ ജീവിക്കുമ്പോൾ ആ ജീവിതം നമ്മൾ നല്ല രൂപത്തിൽ ജീവിക്കാൻ കഴിയണം. പരീക്ഷണങ്ങൾ പലതും വരും. അടിപതറാതെ പിടിച്ചു നിന്ന് അള്ളാഹു തരുന്നതാണ്. അള്ളാഹു